30 വർഷങ്ങൾക്ക് ശേഷം തന്നെ ദുരന്തം കൊണ്ട് പ്രശസ്തമായ ചെർണോബിൽ ആണോന്നിലെ ഇന്നും പലർക്കും ആശങ്കയും ആകർഷണവുമാണ്. 1986 ഏപ്രിൽ മാസത്തിലെ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു HBO സീരീസായി അവതരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അത് ലോകമെമ്പാടും വലിയ ആഘാതമുണ്ടാക്കിയത്? രണ്ട് ലോകമഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ ആണവശക്തിയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുകയുണ്ടായി. ചെർണോബിലിൽ നിന്ന് ഏകദേശം 10 മൈൽ അകലെയുള്ള VI ലെനിൻ ആണവ നിലയം 1977 പ്രവർത്തനം ആരംഭിച്ചു. അവിടെ 4 RBMK ആണവ റിയാക്ടറുകൾ ഉണ്ടായിരുന്നു. ഓരോന്നും 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയായിരുന്നു. 1986 ഏപ്രിൽ 25 രാത്രി ഉറക്കം കിട്ടാതെ കിടന്ന ക്ഷീണിതരായ തൊഴിലാളികൾ റിയാക്ടർ നമ്പർ 4 എത്തുകയുണ്ടായി. ഇതിനുള്ള കാരണം അവിടെ നടന്ന പരിശോധനയാണ്. റുട്ടീൻ മെയിൻ്റനൻസ് സമയം വൈദ്യുതി നഷ്ടപ്പെട്ടാൽ പോലും റിയാക്ടർ തണുപ്പിക്കാനാകുമോ എന്ന് പരിശോധിക്കാനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ അവർ സുരക്ഷാ നിബന്ധനകൾ ലംഘിച്ച് റിയാക്ടറിനുള്ളിൽ പല പവർ സർജുകളും ഉണ്ടാവുകയായിരുന്നു ചെയ്തിരുന്നത്. അത് വലിയൊരു ചെയിൻ റിയാക്ഷനിലേക്ക് നയിച്ചു. അതിന്റെ ഫലമായി ഉണ്ടായ സ്ഫോടനങ്ങൾ സ്റ്റീൽ, കോൺക്രീറ്റ് മൂടി പോലും പറത്തിക്കളഞ്ഞു. റിയാക്ടറിന്റെ കോർ പുറത്ത് തുറന്നതോടെ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ വായുമണ്ഡലത്തിലേക്ക് പടർന്നു. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ സ്ഫോടനത്തിൽ 2 തൊഴിലാളികളാണ് മരിച്ചത്. എന്നാൽ ചില കണക്കുകൾ പ്രകാരം ആ സംഖ്യ 50 വരെ ആയിരിക്കും. അഗ്നിശമന സേനയിലെ പലരും തീ അണയ്ക്കാൻ എത്തിയപ്പോൾ റേഡിയേഷൻ രോഗം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. എന്നാൽ 36 മണിക്കൂറിന് ശേഷം മാത്രമാണ് പ്രിപ്യാത്ത് നഗരത്തിലുള്ള നിവാസികളെ ഒഴിപ്പിക്കാൻ സാധിച്ചത്. 1970 ആണവ നിലയ തൊഴിലാളികൾക്കായി നിർമ്മിച്ച ആ നഗരത്തിൽ നിന്ന് ആളുകൾ മാറ്റിപ്പാർപ്പിച്ചു. ഇതിനിടയിൽ സ്വീഡനിലെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ വായുവിലൂടെ വരുന്ന റേഡിയേഷൻ കണ്ടെത്തുകയും കൂടെ ഉണ്ടായി. അപ്പോൾ സോവിയറ്റുകാർക്ക് ഇത് മറച്ചു വെക്കാൻ കഴിയാതെ വന്നു. 1986 ഏപ്രിൽ 28 അവർ ചെറിയൊരു പ്രഖ്യാപനം നടത്തി. അതോടെ പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ റേഡിയേഷൻ ഭീഷണിയെക്കുറിച്ചും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. തീ നിയന്ത്രിക്കാൻ മണൽ, ബോറോൺ, മണ്ണ്, ലെഡ് എന്നിവയാണ് റിയാക്ടറിലേക്ക് വീഴ്ത്തിയത്. ശേഷം റിമോട്ട് കൺട്രോൾ റോബോട്ടുകൾ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കാൻ ശ്രമിച്ചു. എന്നാൽ വിഷപരമായ അന്തരീക്ഷത്തിൽ അവ പ്രവർത്തനരഹിതമായി. അതിനാൽ മനുഷ്യരുടെ സംഘങ്ങളെ 100 ടൺ റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങൾ നീക്കാൻ ഉപയോഗിക്കേണ്ടി വന്നു. ആ വർഷത്തിന്റെ അവസാനം റിയാക്ടർ നമ്പർ 4 മൂടാൻ ഒരു സ്റ്റീൽ സാർക്കോഫെഗസ് നിർമ്മിച്ചു. അത് ശക്തമല്ലാത്ത ഘടന ആയിരുന്നെങ്കിലും 2016 വരെ അത് നിലനിന്നു. പിന്നീട് ഒരു പുതിയ സംരക്ഷണ കവചം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ചെർണോബിൽ ദുരന്തം നടന്നിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ ആഘാതം ഇപ്പോഴും ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലൊരു ദുരന്തം ഇനിയും ലോകത്തെവിടെയും ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയോടെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.